നമസ്കാരം. തട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. കൂടുതൽ പേർക്കും പണിയെടുത്തു ജീവിക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും കുറുക്കു വഴികളിലൂടെ പണമുണ്ടാക്കണം. അതാണ് മലയാളിയുടെ ചിന്ത. അതുകൊണ്ടാണല്ലോ ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിലിരുന്ന് പള്ളിക്കൂടത്തിൽ പോലും പോയിട്ടില്ലാത്തവർ കേരളത്തിലെ IT വിദഗ്ധരെയും ഡോക്ടർമാരെയും ഒക്കെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കുന്നത്. ആട്, തേക്ക്, മാഞ്ചിയം, ടോട്ടൽ ഫോർ യു, ഇറിഡിയം, ഇരുത്തലമൂരി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെടുന്നതും മലയാളികളാണ്. പറഞ്ഞു വന്നത് ഒരു പറ്റിപ്പു കഥയെക്കുറിച്ചാണ്. കണ്ണൂരിലെ പ്രവാസിയായ ഒരു ഡോക്ടർ മൻസൂർ അഹമ്മദ്. സൗദി അറേബ്യയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ഡോക്ടർ മൻസൂറിന് കണ്ണൂരിൽ ചില സ്ഥാപനങ്ങളുണ്ട്. കണ്ണൂർ പള്ളിക്കുന്നിലുള്ള ഷെറി ബുക്സ് ആൻഡ് സ്റ്റേഷനറി, ഷെറി ആയുർവേദിക്സ്, ഷെറി മെഡിക്കൽസ്, റെയിൽവേ മുത്തപ്പൻകാവിനടുത്തുള്ള ഷെറി കോമൺ സർവീസ്, ചാലാടുള്ള ഷെറി ട്രേഡേഴ്സ്, ഈ സ്ഥാപനങ്ങളൊക്കെ ഡോക്ടർ മൻസൂറിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇവിടുത്തെ സൂപ്പർവൈസറായിരുന്നു കണ്ണൂർ ചൊവ്വ സ്പിന്നിംഗ് മില്ലിനടുത്ത് വിദ്യാവിഹാറിൽ സുഗില. ഇവരുടെ ഭർത്താവ് വിനോദ് ചന്ദ്രനും ഇതേ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരനായിരുന്നു. സ്ഥാപന ഉടമ മൻസൂർ മുഹമ്മദിന് ഇവരെ വിശ്വാസവുമായിരുന്നു. പക്ഷേ ആ വിശ്വാസം ഇവർ നന്നായി മുതലെടുത്തു. സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് പണം അടിച്ചു മാറ്റി. കുറച്ചെന്ന് പറഞ്ഞാൽ 1,43,00,000 രൂപ. ഇത് ഏകദേശ കണക്കാണ്. തട്ടിയെടുത്ത തുക ഇതിൽ കൂടുതൽ വരും എന്നാണ് പറയപ്പെടുന്നത്. 2024 ഓഗസ്റ്റ് മുതലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത്. അതായത് 1 വർഷം കൊണ്ടാണ് ഇത്രയും ഭീമമായ തുക ഇവർ തട്ടിയെടുത്തത്. ഓഡിറ്റിംഗ് നടത്തിയപ്പോഴാണ് ഇക്കാര്യം സ്ഥാപനയുടമ അറിയുന്നത്. അദ്ദേഹം കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകി. പരാതി നൽകിയതറിഞ്ഞ് മുങ്ങിയ ഭാര്യയും ഭർത്താവും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ശേഷം ഒളിവിൽ പോയി. ഇതിനിടെ പ്രതികൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം പോലീസിന് കിട്ടി. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അതോടെ ഇവർക്ക് വിദേശത്തേക്ക് കടക്കാനും കഴിഞ്ഞില്ല. എന്തായാലും ഹൈക്കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതോടെ അന്വേഷണം വ്യാപകമാക്കിയ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് മലയാളികളുടെ കുഴപ്പം. ഒരാൾ ഏതെങ്കിലും അന്യരാജ്യത്ത് പോയി സമ്പാദിച്ചോ വായ്പ എടുത്തോ ഒക്കെ എന്തെങ്കിലും സംരംഭം തുടങ്ങും. ഒന്നുകിൽ ആ സംരംഭം രാഷ്ട്രീയക്കാർ കൊടികുത്തി പൂട്ടിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവനക്കാർ കട്ടുമുടിച്ചു പൂട്ടിക്കും. ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും. ഇത്തരക്കാർക്ക് ഒരു പാഠമാകട്ടെ എന്ന് കരുതിയാണ് ഈ വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. എന്തായാലും കോടികൾ തട്ടിയ ഭാര്യയും ഭർത്താവും ഇപ്പോൾ ജയിലിലാണ്. ഇനിയുള്ള കാലം തട്ടിപ്പുകാരെന്നും കള്ളന്മാരെന്നുമുള്ള വിളികേട്ട് ജീവിക്കാനാണ് ദമ്പതികളുടെ വിധി.